UAE-യിൽ ഫ്ലൂ സീസൺ വീണ്ടും സജീവമാകുന്നു. ഇത് രണ്ടാം ഘട്ടമോ അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന സീസണോ ആകാമെന്നാണ് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നത്. പനി, ചുമ, ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങളുമായി കൂടുതൽ രോഗികൾ എത്തുന്നുണ്ട്. UAE-യിൽ ഡിസംബറിനെ അപേക്ഷിച്ച് ജനുവരി മാസത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. ശൈത്യകാലത്തിന്റെ പാരമ്യവും പുതുവത്സരാഘോഷങ്ങളിലെ ഒത്തുചേരലുകളും വിദേശയാത്രകൾ കഴിഞ്ഞ ആളുകൾ തിരിച്ചെത്തിയതുമെല്ലാം രോഗവ്യാപനത്തിന്റെ പ്രധാന കാരണങ്ങളായിരുന്നു. ജനുവരിയിൽ സ്കൂളുകൾ റീഓപ്പൺ ചെയ്തതോടെ കുട്ടികൾക്കിടയിലും അണുബാധകൾ വേഗത്തിൽ പടരുന്നുണ്ടായിരുന്നു. 10 രോഗികളിൽ 8 പേർക്കും ഇൻഫ്ലുവൻസ ലക്ഷണങ്ങൾ കാണപ്പെടുന്നു എന്നത് സ്ഥിതിയുടെ ഗൗരവം കൂടുതൽ വ്യക്തമാക്കുന്നതാണ്. പ്രായമായവർ, ചെറിയ കുട്ടികൾ എന്നിവരിൽ ഈ രോഗം കൂടുതലായി കാണപ്പെടുന്നുണ്ട്. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പ്രത്യേകിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുമെല്ലാം ഇൻഫ്ലുവൻസ കേസുകൾ വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഫ്ലൂ സീസൺ സാധാരണയായി 2 ഘട്ടങ്ങളിലൂടെയാണ് ഉണ്ടാകുന്നത്. ഇൻഫ്ലുവൻസ എ സാധാരണയായി ഡിസംബർ മുതൽ ജനുവരി വരെയും ഇൻഫ്ലുവൻസ ബി ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുമാണ് കൂടുതലായി കാണപ്പെടുന്നത്. ഈ പാറ്റേൺ കാരണം സീസണിന്റെ തുടക്കത്തിൽ രോഗം വരാതെ രക്ഷപ്പെട്ടവർക്കും ഇപ്പോൾ രോഗം വരാൻ സാധ്യതയുണ്ട്. UAE-യിലും ലോകമെമ്പാടും ജനുവരിയുടെ അവസാനത്തിലും ഫെബ്രുവരിയിലും ഫ്ലൂ സീസൺ ആണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയമാണിത്. സാമൂഹിക ഇടപെടലുകൾ കാരണം നേരത്തെ കേസുകൾ വർദ്ധിച്ചിരുന്നു.